എക്കണോമിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ ചാപ്റ്ററിലെ വിലയിരുത്തൽ ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: നേരിട്ട് അന്വേഷണം നടത്തി ശേഖരിക്കുന്ന ദത്തങ്ങളെ എന്ത് വിളിക്കുന്നു? പ്രാഥമിക ദത്തങ്ങൾ എന്ന് വിളിക്കുന്നു. അന്വേഷകൻ നേരിട്ട് അന്വേഷണം നടത്തി ശേഖരിക്കുന്ന ദത്തങ്ങളെ പ്രാഥമിക ദത്തങ്ങൾ എന്നാണ് വിളിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: യഥാർത്ഥ സർവേക്ക് മുമ്പ് നടത്തുന്ന സർവേ എന്ത് പേരിൽ അറിയപ്പെടുന്നു? പൈലറ്റ് സർവേ. യഥാർത്ഥ സർവേ നടത്തുന്നതിന് മുമ്പ് നടത്തുന്ന ഒരു ചെറു സർവേയാണ് പൈലറ്റ് സർവേ. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ: ഒരു റാൻഡം സാമ്പിളിംഗ് രീതിയാണ്. 3 ഓപ്ഷൻസാണ് തന്നിരിക്കുന്നത്: ലോട്ടറി രീതി, സെൻസസ് രീതി, മൂല്യാധിഷ്ഠിത രീതി. ഇതിൽ ലോട്ടറി രീതിയാണ് റാൻഡം സാമ്പിളിംഗ് രീതി. നാലാമത്തെ ക്വസ്റ്റ്യൻ: പോപ്പുലേഷനിലെ എല്ലാ അംഗങ്ങളും തിരഞ്ഞെടുക്കാനുള്ള തുല്യ അവസരമുള്ള രീതി ഏതാണ്? സാമ്പിളിംഗ് രീതിയാണ്. പോപ്പുലേഷനിലെ എല്ലാ അംഗങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടാണ് സാമ്പിളിംഗ് രീതിയിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. നോൺ സാമ്പിളിംഗ് രീതിയാകുമ്പോൾ അങ്ങനെയല്ല, അത് അന്വേഷകൻ്റെ ഇഷ്ടമനുസരിച്ച് ആരെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: പ്രസിദ്ധീകരണ ദത്തത്തെ എന്ത് വിളിക്കുന്നു? ദ്വിതീയ ദത്തം എന്ന് വിളിക്കുന്നു. ഒരാളെ പ്രസിദ്ധീകരിച്ച ദത്തത്തെ ദ്വിതീയ ദത്തം എന്നാണ് വിളിക്കുക. അടുത്തത്: താഴെ കൊടുത്തിരിക്കുന്നവയെ പ്രാഥമിക ദത്തങ്ങളുടെ ഉറവിടങ്ങൾ, ദ്വിതീയ ദത്തങ്ങളുടെ ഉറവിടങ്ങൾ എന്നീ 2 തലക്കെട്ടുകളിൽ തരംതിരിക്കുക. ഇതിൽ തന്നിരിക്കുന്നത് ലൈബ്രറി, ഇൻ്റർനെറ്റ്, വ്യക്തിഗത അഭിമുഖം, പ്രസിദ്ധീകരണങ്ങൾ, തപാൽ മുഖേനയുള്ള ചോദ്യാവലി. ഇതിൽ ലൈബ്രറി, ഇൻ്റർനെറ്റ്, പ്രസിദ്ധീകരണങ്ങൾ തുടങ്ങിയവ ദ്വിതീയ ദത്തങ്ങൾക്ക് ഉദാഹരണമാണ്. വ്യക്തിഗത അഭിമുഖം, തപാൽ മുഖേനയുള്ള ചോദ്യാവലി, സർവേ ഇത് പ്രാഥമിക ദത്തത്തിന് ഉദാഹരണമാണ്, അല്ലെങ്കിൽ ഉറവിടമാണ്. പ്രാഥമിക ദത്തത്തിൻ്റെ ഉറവിടമാണ്. അടുത്തത്: ഒറ്റയാനെ കണ്ടെത്തി ഉത്തരം സാധൂകരിക്കുക. ആദ്യമായി ശേഖരിച്ച ദത്തം, വെബ്സൈറ്റ്, ഗവൺമെൻറ്, പ്രസിദ്ധീകരണങ്ങൾ. ഇതിൽ ആദ്യമായിട്ട് ശേഖരിച്ച ദത്തമാണ് ഒറ്റയാൻ, ബാക്കി 2ഉം ദ്വിതീയ ദത്തത്തിന് ഉദാഹരണമാണ്. അടുത്തതായിട്ട് പറയുന്നത് ലോട്ടറി രീതി, റാൻഡം നമ്പർ പട്ടികകൾ, നോൺ റാൻഡം സാമ്പിളിംഗ്. ഇതിൽ ഒറ്റയാനായിട്ട് വരുന്നത് നോൺ റാൻഡം സാമ്പിളിംഗ് ആണ്. ലോട്ടറി രീതിയും റാൻഡം നമ്പർ പട്ടികകളും സാമ്പിളിംഗ് തിരഞ്ഞെടുക്കാനുള്ള മാർഗ്ഗങ്ങളാണ്, അല്ലെങ്കിൽ സാമ്പിൾ തിരഞ്ഞെടുക്കാനുള്ള മാർഗ്ഗങ്ങളാണ്. അടുത്തത്: ദത്തം ശേഖരിക്കുന്നതിന് വേണ്ടി ചോദ്യാവലികൾ തപാൽ മാർഗം അയക്കുന്നതിനുള്ള മേന്മകളും പോരായ്മകളും എഴുതുക. നമുക്കറിയാം, നേരിട്ടുള്ള അഭിമുഖ രീതി ഒന്നാമത്തെ രീതിയാണ് പ്രാഥമിക ദത്തം ശേഖരിക്കാനായിട്ട്. രണ്ടാമത്തെ രീതിയാണ് തപാൽ മുഖേനയുള്ള ചോദ്യാവലി. ഈ ചോദ്യാവലിയിലെ ചോദ്യങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ ചിലവർക്ക് ഈ ചോദ്യാവലിയിൽ ചോദ്യങ്ങൾ ലഭിക്കണമെന്നില്ല. തപാലിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ലഭിക്കാതെ പോകാം. പിന്നെ എഴുത്തും വായനയും അറിയില്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ഫില്ല് ചെയ്യാനായിട്ട് അറിയാതെ പോകാം. അതേപോലെ ചിലവർക്ക് ഇതിപ്പോൾ നമ്മുടെ കയ്യിലാണെങ്കിലും ഈ ചോദ്യാവലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്തതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് ഫില്ല് ചെയ്ത് അയക്കാനായിട്ട് മെനക്കെടില്ല. അതുപോലെ ചോദ്യാവലി ഫില്ല് ചെയ്തിട്ട് തിരിച്ചയക്കുമ്പോൾ തപാലിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടാതെ പോവുകയും ചെയ്യാം. പിന്നെ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യണമെന്നില്ല. ഇതൊക്കെ ഇതിൻ്റെ ദോഷങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ ഗുണങ്ങളായിട്ട് പറയുന്നത് സമയം കുറച്ച് മതി. നേരിട്ടുള്ള അഭിമുഖ രീതിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സമയം കുറച്ച് മതി, ഒപ്പം തന്നെ ചിലവും കുറച്ച് മതി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നേട്ടമായിട്ട് പറയുന്നത്. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഞാനിടുന്ന ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: യഥാർത്ഥ സർവേക്ക് മുമ്പായി നടത്തുന്ന പൈലറ്റ് സർവേ നടത്തുന്നതിൻ്റെ മേന്മകൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, യഥാർത്ഥ സർവേ നടത്തുന്നതിന് മുമ്പ് നടത്തുന്ന ഒരു ചെറിയ സർവേയാണ് പൈലറ്റ് സർവേ എന്ന് പറയുന്നത്. ഈ പൈലറ്റ് സർവേ നടത്തുമ്പോൾ എത്രമാത്രം എന്യൂമറേറ്റേഴ്സിനെ നമുക്ക് ആവശ്യമുണ്ട്, എത്രമാത്രം ചിലവ് വലിയ സർവേക്ക് വരും, എത്രമാത്രം സമയം വേണ്ടി വരും, ചോദ്യാവലിയിലെ ചോദ്യങ്ങൾ ഈ സർവേക്ക് ആപ്റ്റാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ചെറിയ സർവേയാണ് പൈലറ്റ് സർവേ.
അപ്പോൾ ഈ പൈലറ്റ് സർവേ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ അടുത്തതാണ് പ്രാഥമിക ദത്തവും ദ്വിതീയ ദത്തവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം. പ്രാഥമിക ദത്തം എന്ന് പറയുമ്പോൾ അന്വേഷകൻ നേരിട്ട് കളക്ട് ചെയ്യുന്ന ദത്തത്തെയാണ് പ്രാഥമിക ദത്തം എന്ന് പറയുന്നത്. അതല്ല, ഒരാൾ കളക്ട് ചെയ്തിട്ട് വേറെ ഒരാൾ ഉപയോഗിക്കുന്ന ദത്തത്തെയാണ് എന്ന് പറയുന്നത് ദ്വിതീയ ദത്തം എന്ന് പറയുന്നത്. ആളുടെ ആവശ്യത്തിന് വേണ്ടി, ഇപ്പം ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്തു, അത് വേറൊരാൾ കുറച്ച് സമയം 1-2 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം അയാളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അതിനെയാണ് ദ്വിതീയ ദത്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രാഥമിക ദത്തവും ദ്വിതീയ ദത്തവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിക്കാറുണ്ട്. ദെൻ അടുത്ത ക്വസ്റ്റ്യനാണ്, ഒരു പ്രദേശത്തെ ജനങ്ങൾക്കിടയിലുള്ള വരുമാന വിതരണത്തെക്കുറിച്ച് പഠിക്കുവാൻ രാഹുൽ ആഗ്രഹിക്കുന്നു. ഏത് രീതിയാണ് തിരഞ്ഞെടുക്കുക? ഈ രീതിയുടെ ഗുണങ്ങൾ ഏതെല്ലാം? അതായത് നമുക്ക് ഇഷ്ടമുള്ള രീതി വേണമെങ്കിൽ നമുക്ക് എടുക്കാം. സെൻസസ് രീതി വേണമെങ്കിൽ സെൻസസ് എടുക്കാം. പ്രദേശത്തെ ജനങ്ങളുടെ വരുമാന വിതരണമാണെങ്കിൽ അത് എപ്പോഴും സെൻസസ് രീതിയാണ് നല്ലത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി നടത്തുന്ന സർവേ ആയിരിക്കും സെൻസസ് സർവേ. അപ്പോൾ സെൻസസ് സർവേയുടെ ഗുണങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് എഴുതുക. ദെൻ ഗ്രാമപ്രദേശത്തെ വീടുകളിലെ ജലസ്രോതസ്സുകളെക്കുറിച്ച് പഠനം നടത്താൻ ആവശ്യമായൊരു ചോദ്യാവലി തയ്യാറാക്കുക. അപ്പോൾ ചോദ്യാവലി തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഉൾപ്പെടാൻ പാടില്ല. അതുപോലെ തന്നെ ഒരാളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പാടില്ല. മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ അധികമായിട്ട് ഉൾപ്പെടുത്താൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ ചോദ്യാവലി തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു ചോദ്യാവലി നമ്മുടെ ഗ്രാമപ്രദേശത്തെ വീടുകളിൽ ജലസ്രോതസ്സുകളെക്കുറിച്ച് പഠനം നടത്താനായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു ചോദ്യാവലി കൂടിയ ഒരു 5-6 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ചോദ്യാവലി തയ്യാറാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിച്ചത് പ്രധാനമായിട്ടും. ഒപ്പം തന്നെ ഇതിൻ്റെ ക്വസ്റ്റ്യൻസും 1-2 പേര് പറഞ്ഞിരുന്നു ക്വസ്റ്റ്യൻസ്, ബാക്കിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യണമെന്ന്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതുപോലെ തന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, താഴെ പറയുന്നവയെ പരിമാണാത്മക തത്വങ്ങളെന്നും ഗുണാത്മക തത്വങ്ങളെന്നും വേർതിരിക്കുക. ജാതി, മതം, പൊക്കം, വ്യക്തിത്വം, സ്വഭാവം, ഭംഗി, സത്യസന്ധത, വിശ്വാസം, വരുമാനം, മാർക്ക്, പരിഗണന, ജനസംഖ്യ. ഇത്രയും കാര്യങ്ങളാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഗുണാത്മക തത്വം ഏതാണ്? പരിമാണാത്മക തത്വം. പരിമാണാത്മകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അളക്കാൻ പറ്റുന്നതാണ്. ഗുണാത്മകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അളക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ജാതി എന്നുള്ളത് ഗുണാത്മകത്തിൽപ്പെടും, മതം എന്നുള്ളത് ഗുണാത്മകത്തിൽപ്പെടും, പൊക്കം എന്നുള്ളത് പരിമാണാത്മകത്തിൽപ്പെടും, വ്യക്തിത്വം എന്നുള്ളത് ഗുണാത്മകത്തിൽപ്പെടും, സ്വഭാവം, ഭംഗി, സത്യസന്ധത, വിശ്വാസം ഇതും ഗുണാത്മകത്തിൽപ്പെടുന്നതാണ്. വരുമാനം, മാർക്ക് എന്നത് പരിമാണാത്മകത്തിൽപ്പെടും, പരിഗണന എന്നുള്ളത് ഗുണാത്മകത്തിൽപ്പെടും, ജനസംഖ്യ എന്നുള്ളത് പരിമാണാത്മകത്തിൽപ്പെടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ മെയിനായിട്ട് ഈ 2 ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, കൃത്യമായിട്ട് പഠിക്കുക. സ്റ്റാറ്റിസ്റ്റിക്സിലെ ആദ്യത്തെ 3 ചാപ്റ്ററും വളരെ സിമ്പിളാണ്. പിന്നെ ഇത് വരുമ്പോഴാണ് ഡയഗ്രാംസും അതുപോലെ പ്രോബ്ലംസും വരുന്നത്. അപ്പോൾ ഈ 3 ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ 2 ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞു, അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് 3-ാമത്തെ ചാപ്റ്റർ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.